എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഡിഗ്രി തല യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പറ്റില്ല, നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ കേരള PSC വിളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന, പഠിച്ചാൽ ജോലി ഉറപ്പ് പറയാവുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കീഴിലേക്ക് വരുന്ന അസിസ്റ്റന്റ്, അതുപോലെ ഗ്രേഡ് 2 LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ വിവിധ പോസ്റ്റുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ജോലി സാധ്യത എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് PSC നിലവിൽ 2 നോട്ടിഫിക്കേഷൻ ആണ് പുറപ്പെടുവിക്കുന്നത്. മുൻപായിരുന്നെങ്കിൽ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആയിരുന്നു തരുന്നത്. ഇപ്പൊ 2 നോട്ടിഫിക്കേഷൻ ആണ് വിടുന്നത്. ഒന്നാമത് നമുക്ക് KSRTC, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ മേഖലയിലേക്കുള്ളതും, മറ്റൊരു നോട്ടിഫിക്കേഷൻ വിടുന്നത് KSEB, KSFE, അതുപോലെ KMML തുടങ്ങിയ ബോർഡിലേക്കുള്ളതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വിടുന്നത്. ഇപ്പൊ 2 നോക്കിക്കഴിഞ്ഞാൽ 2ലും അത്യാവശ്യത്തോളം നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അത്യാവശ്യത്തിലേറെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതുപോലെ അഡ്വൈസ് പോകുന്നതുമായിട്ടുള്ള നല്ല 2 പോസ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് കാറ്റഗറി നമ്പർ 063 2021 നോട്ടിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. KSRTC, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, കേരള അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് തുടങ്ങിയ ഏരിയയിലേക്കുള്ള നെയിം ഓഫ് ദ ഫേം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഫേമിലേക്ക് നമുക്ക് വരുന്ന പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡീപോർട്ട് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ആയിട്ട് നമുക്ക് വിവരശേഖരണം, ഫയല് സൂക്ഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അസിസ്റ്റന്റ്, അതായത് നമുക്ക് മുൻ അല്ലെങ്കിൽ മേളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കീപ്പ് കൊടുക്കുക തുടങ്ങിയ വിവിധ ജോലികളായിരിക്കും നമുക്ക് കംപ്ലീറ്റ്ലി. ബെഞ്ച് ഡെസ്ക് ജോബ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് നല്ലൊരു പോസ്റ്റ് ആണ്. കേരള PSCയിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഡിഗ്രി തലത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല അത്യാവശ്യം സാലറി സ്കെയിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ജോലി സാധ്യത. ഇനി ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 1, ഓക്കെ, ജനുവരി 29, 2024 ഓക്കെ. അപ്പൊ ജനുവരി 29, 2024 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ അഡ്വൈസ്, അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജനുവരി 29, 2027 വരുമ്പോൾ എന്താണ്, ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓഗസ്റ്റ് മാസം 2025 ആണ്. അപ്പൊ ഏകദേശം എത്രയാണ്? ഒരു 1.5 എഗോ അല്ലെ, എബോ, അതായത് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഈ 1.5 വർഷത്തിനിടയിൽ ഈ ഒരു ഫോമിൽ നിന്ന് 774 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത് 20/8/2025 ആണ്. ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 27-ാം തീയതിക്ക് ശേഷമാണ്. നിലവിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പം ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 20-ാം തീയതിയാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് എങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള നിയമനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, അവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയടാ, 774 ഒരു 1.5 വർഷം കൊണ്ട് പോകുമ്പോൾ ഇനി ഇതിന്റെ സെയിം അളവിൽ തന്നെ നമുക്ക് എന്ത് പോകും, അടുത്ത രീതിയിലുള്ള വേക്കൻസി അല്ലെങ്കിൽ അഡ്വൈസും പോകും അല്ലെ. അപ്പൊ ഏകദേശം നല്ലൊരു 1500 അടുത്ത് തന്നെ ഇവിടെ തന്നെ നമുക്ക് പോകാമെന്ന് പറയാം അല്ലെ. ഒരു 700 ഇനിയും പോകാം, അല്ലെങ്കിൽ 1400 എങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു 3 വർഷം ആകുമ്പം ഈ ഒരു ഫോമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പോകുന്നുണ്ട്, അഡ്വൈസ് പോകുന്നുണ്ട്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ KSEB, കേരള മിനറൽസ്, അത് നമ്മളുടെ KMML, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമെന്റ്സ്, ഹാൻഡ്ലൂം ഡെവലപ്മെന്റ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എക്സെട്ര ഈ തുടങ്ങിയ ഫേമിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എക്സെട്ര. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അപേക്ഷകൾ
സമർപ്പിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇതിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി സ്കെയില് നമുക്ക് എന്തുണ്ട്, ഇതിൽ നിന്നും കിട്ടും. ഇനി ഇതാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം. അതായത് മാർച്ച് 13, 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ മാർച്ച് 13, 2027 ആകുമ്പോൾ എന്താണ്, ഇതിന്റെ പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരണം. ഈ റാങ്ക് ലിസ്റ്റ് 2027 റാങ്ക് ലിസ്റ്റ് വന്നാൽ 2030 എന്ത് നടക്കുന്നത്, റാങ്കിന്റെ കാലാവധി തീരുന്നത്. അപ്പൊ 2027 കഴിഞ്ഞാൽ ഇനി അടുത്തത് 2033 എന്ത് വരുന്നത്, നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെ. അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2025 അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും അടുത്ത ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പം നിങ്ങൾ ഈ ഒരു ടൈം 2033 എന്നൊക്കെ പറയും, നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പലർക്കും ഇപ്പൊ വീഡിയോ കാണുന്ന പലരുടെയും ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ ഈ ഒരു നിമിഷം പഠിച്ച് ഈ വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം 1617 നോട്ടിഫിക്കേഷൻസ്, അതായത് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. 4/8/2025 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ 1617 അഡ്വൈസ് ഇപ്പൊ നിലവിൽ പോയിട്ടുണ്ട്. 1.5 വർഷം കഴിയുമെങ്കിൽ ഇതിന് നമുക്കൊരു 3000ന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അഡ്വൈസ് പോകും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ എന്താണ് വേക്കൻസീസും അഡ്വൈസും പോകുന്ന ഒരു അടിപൊളി പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ചെയ്തോളൂ. ഇനി ഇതിന്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഘട്ടം ഉണ്ടാവും. ഒരു പ്രിലിംസും ഉണ്ടാകും, ഒരു മെയിൻസും ഉണ്ടാകും. പ്രിലിംസ് നമുക്ക് ജൂൺ മാസം 2026 പ്രതീക്ഷിക്കാം. മെയിൻസ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ 2026 പ്രതീക്ഷിക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ മുന്നിൽ കിടക്കുന്ന വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഓഗസ്റ്റിലാണ് അല്ലെ. ഒരു മെയ് മാസം വരെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ടൈം ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കുറച്ചൊരു 1 ഇയർ കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, എക്സാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരാൻ 2027 എടുക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ദിവസങ്ങൾ വളരെ അനുയോജ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് KSLB അക്കാഡമി ജ്വാല എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ ബാച്ചാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ കൊടുക്കുന്നത് കേവലം ലൈവ് ക്ലാസ്സസ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എവിടെ വേണമെങ്കിലും കിട്ടും. ലൈവ് ക്ലാസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 120 ഡേയ്സ്, ഒരു 90 to 120 ഡേയ്സ് ആണ് നമ്മൾ സ്റ്റഡി പ്ലാൻ പറയുന്നത്. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരാവട്ടെ, അമ്മമാരാവട്ടെ, ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് KSLB അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡേയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു തന്ന് അതിന്റെ PDF നോട്ട്സും തന്ന് ആ പഠിച്ചത് നിങ്ങൾക്ക് ഒന്നുകൂടെ തറാവാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡെയിലി എക്സാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. മാത്രമല്ല റാങ്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞ വൊക്കാബ്സിന്റെയും, അതായത് മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും വൊക്കാബ്സ് നിങ്ങൾക്ക് തന്നിട്ട് 5 ദിവസം കൂടുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം ഫെസിലിറ്റീസ് കൊടുക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ, സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആപ്പ് വേറെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് 100% ക്വാളിറ്റി ലെവലില് ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അവർ പറഞ്ഞു തരും. ഇനി അല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് KSLB അക്കാഡമി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡെയിലി ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ ക്ലാസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഡെയിലി നമ്മൾ ലൈവിൽ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്, കറണ്ട് അഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.